നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ അഖിലേന്ത്യാ പണിമുടക്ക്. അവശ്യ സർവീസിനെ ബാധിക്കില്ല. തെരുവ് നായ നിയന്ത്രണത്തിന് പുത്തൻ പദ്ധതിയുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കൈമാറും. ആദ്യഘട്ടത്തിൽ 23 പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കും. കാട്ടുപന്നി ശല്യം അവസാനിപ്പിക്കാൻ വനം വകുപ്പ് കൂടുതൽ ലൈസൻസ്ഡ് ഷൂട്ടർമാരെ നിയോഗിക്കും. ഈരാറ്റുപേട്ടയിൽ കലമാനിന്റെ തലയോട്ടിയും കൊമ്പും കണ്ടെത്തി. കൊമ്പും തലയോട്ടിയും കണ്ടത് തരിശുപുരയിടത്തിൽ പടർന്ന തീയണച്ചപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. തൊഴിൽ കോഡ് അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്കും. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡ് അടക്കമുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ തൊഴിലാളികൾ പണിമുടക്കും. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. കർഷക തൊഴിലാളി സംഘടനകളും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ബാങ്ക്, ഇൻഷുറൻസ്, BSNL, പോസ്റ്റ് അടക്കമുള്ള ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകും. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക, വിത്ത് ബില്ല് ഉപേക്ഷിക്കുക, നിശ്ചിതകാല തൊഴിൽ തള്ളിക്കളയുക, ആണവ ഊർജ്ജ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്ന ശാന്തി ബിൽ 2025 പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി മാറുമെന്ന് KTUCM ജില്ലാ പ്രസിഡന്റ് PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം തൊഴിലാളികളെ കൂച്ചുവിലം കിട്ടുകൊണ്ട് അവരുടെ അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളികൾക്ക് പോലും ദൈനംദിനം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് അനുദിനം അവരുടെ ജീവിതത്തെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് ആത്മാഭിമാനമുള്ള തൊഴിലാളികളെല്ലാം ഈ രാജ്യത്തെ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കണമെന്നാണ് KTUCM ആവശ്യപ്പെടുന്നത്. ഈ സമരം നരേന്ദ്രമോദി ഗവൺമെന്റിന് ഒരു താക്കീതായി, തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നടക്കുന്ന വലിയൊരു താക്കീതായി മാറുകയാണ്. കണ്ണ് തുറക്കാത്ത ദൈവങ്ങളാണെങ്കിൽ കണ്ണ് തുറന്ന് ഈ ദേശീയ പണിമുടക്ക് കണ്ട് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉത്തരവാദിത്ത തെരുവ് നായ നിയന്ത്രണ പദ്ധതിയുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ ഏറ്റെടുത്ത് വളർത്താൻ താൽപര്യമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഏൽപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് നായ നിയന്ത്രണത്തിന് പുതിയ പദ്ധതിയുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. ആദ്യഘട്ടമായി ജില്ലാ പഞ്ചായത്തിലെ 23 ഡിവിഷനുകളിലെ ഓരോ പഞ്ചായത്തുകളിൽ ഉത്തരവാദിത്ത തെരുവ് നായ നിയന്ത്രണ പദ്ധതി നടപ്പാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഇതിനായി 23 പഞ്ചായത്തുകളെ കണ്ടെത്തും. ABC പദ്ധതിക്ക് ബദലായി വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ ഏറ്റെടുത്ത് വളർത്താൻ താൽപര്യമുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ കണ്ടെത്തി ഏൽപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ABC പദ്ധതിയിൽ തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ച ശേഷം പിടികൂടിയ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം 20,000 രൂപ വിലയുള്ള കോഡ്, ലൈസൻസ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ നായയെ ഏറ്റെടുക്കാൻ താൽപര്യമുള്ളവർക്ക് നൽകും. ചിപ്പ് പിടിപ്പിച്ചായിരിക്കും നായ്ക്കളെ നൽകുന്നത്. കൂടാതെ നായ്ക്കളുടെ ചികിത്സയ്ക്കായി മൊബൈൽ യൂണിറ്റ് സൗകര്യവും ഏർപ്പെടുത്തും. ഒരു പഞ്ചായത്തിൽ ശരാശരി 70 മുതൽ 80 വരെ തെരുവ് നായ്ക്കളാണുള്ളത്. ഒരു പഞ്ചായത്തിൽ തന്നെ 10,000 വീടുകളുള്ള സ്ഥിതിക്ക് നായ്ക്കളെ ഏറ്റെടുക്കാൻ തയ്യാറായി വ്യക്തികളും സ്ഥാപനങ്ങളും വന്നാൽ നിയന്ത്രണം വലിയ പ്രശ്നമാകില്ലെന്നാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പഞ്ചായത്തുകളിൽ ലൈസൻസ്ഡ് ഷൂട്ടർമാരെ കൂടുതലായി നിയോഗിക്കാനുള്ള നടപടികൾ ശക്തമാക്കാൻ വനം മന്ത്രി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് നടപടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കാട്ടുപന്നികളെ കൊല്ലുന്നത് ഊർജിതമാക്കാൻ സർക്കാർ തീരുമാനിച്ചു. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പഞ്ചായത്തുകളിൽ ലൈസൻസ്ഡ് ഷൂട്ടർമാരെ കൂടുതലായി നിയോഗിക്കാൻ വനമന്ത്രി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകി. എല്ലാ വനം ഡിവിഷനുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിൽ ഇത് അടിയന്തരമായി നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാട്ടുപന്നികളെ കൊല്ലുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവാക്കുന്ന തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും തിരിച്ചു നൽകുന്നതിനും ഉത്തരവായിട്ടുണ്ട്. ശല്യക്കാരായ കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കാനും നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിക്കാൻ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്.
കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെ വനപ്രദേശങ്ങളിലെ കാട്ടുപന്നികൾ നാട്ടിൻപുറങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും പന്നിശല്യം മൂലം കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. നിലവിൽ അവശേഷിക്കുന്ന വാഴ, തെങ്ങിൻ തൈകൾ, നെൽകൃഷി എന്നിവയ്ക്കും പന്നികൾ വൻ നാശമാണ് വരുത്തുന്നത്. വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏകോപനത്തോടെ പ്രവർത്തിക്കുകയും ഷൂട്ടർമാർക്ക് ആവശ്യമായ പരിശീലനം ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഈരാറ്റുപേട്ടയിൽ കലമാന്റെ തലയോട്ടിയും കൊമ്പും കണ്ടെത്തി. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈരാറ്റുപേട്ടയിൽ കടുവാമൂഴിക്ക് സമീപം സബ്സ്റ്റേഷനടുത്തുള്ള തരിശുപുരയിടത്തിൽ തീപിടിച്ചത് ഫയർഫോഴ്സ് അണയ്ക്കുന്നതിനിടെയാണ് മാനിന്റെ തലയോട്ടിയും കൊമ്പും കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് താഴത്തുപറമ്പിൽ ജോഷിയുടെ പുരയിടത്തിൽ തീപിടിച്ചത്. ഈരാറ്റുപേട്ട ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് പുരയിടത്തിൽ കൊമ്പ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുൻപ് വന്യജീവികളെ വേട്ടയാടിയതിന് കസ്റ്റഡിയിലെടുക്കപ്പെട്ടവരെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. ഏറ്റുമാനൂരപ്പന്റെ ചുമർ ചിത്രങ്ങൾക്ക് ഇനി നവശോഭ. കാലപ്പഴക്കം മൂലം ശോഭ നഷ്ടപ്പെട്ട ചുവർ ചിത്രങ്ങളുടെ സംരക്ഷണ ജോലി പൂർത്തിയാക്കി സമർപ്പിച്ചു. കാലപ്പഴക്കവും സംരക്ഷണക്കുറവും മൂലം നാശത്തിന്റെ വക്കിലായിരുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണ ജോലികൾ പൂർത്തിയാക്കി മന്ത്രി VN വാസവൻ സമർപ്പിച്ചു. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണ പദ്ധതിക്ക് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 1 വർഷം മുൻപാണ് തുടക്കം കുറിച്ചത്. വാസ്തുവിദ്യ ഗുരുകുലം മ്യൂറൽ ആർട്ടിസ്റ്റ് കടമനിട്ട ശ്രീകുട്ടന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് മ്യൂറൽ ആർട്ടിസ്റ്റുകളായ മണ്ണടി അഭിലാഷ് കുമാർ, ആറന്മുള ജയകൃഷ്ണൻ എന്നിവരാണ് സംരക്ഷണ ജോലി പൂർത്തിയാക്കിയത്. ക്ഷേത്രഗോപുര ഭിത്തിയിൽ അകംവാതിലിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിലും ഇതേ രീതിയിൽ ഗോപുരത്തിന് പുറത്തുമാണ് ചുമർ ചിത്രങ്ങൾ ഉള്ളത്. അനന്തശയനം, പ്രദോഷ നൃത്തം, കാളിയമർദ്ദനം എന്നിവയെല്ലാം ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. ഗോപുരവാതിലിന്റെ അകത്തെ ചുമരിന്റെ വശത്തുള്ള അനന്തശയനത്തിന്റെ ചിത്രമാണ് ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ചത്. 142 ചതുരശ്ര അടി വിസ്തീർണമുള്ള ചിത്രമാണിത്. പ്രദോഷ നൃത്തം, വേട്ടശാസ്താവ്, അഘോരമൂർത്തി, വസ്ത്രാഭരണം, വേണുഗോപാലം, 2 ദ്വാരപാലകർ, വീരാളിപ്പട്ട് തുടങ്ങിയവയും ഭംഗിയാക്കി. 425 ചതുരശ്ര അടിയിലാണ് ചുമർ ചിത്രങ്ങൾ. 6 ഘട്ടമായാണ് ഇവയുടെ സംരക്ഷണം പൂർത്തിയാക്കിയത്. ഏറ്റുമാനൂരിലെ ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണ പ്രവൃത്തികൾ വാസ്തുവിദ്യ ഗുരുകുലം ആരംഭിച്ചത് ഗ്രാഫിക്കൽ ഡോക്യുമെന്റേഷനോടുകൂടിയാണ്. ചിത്രത്തിന്റെ ഓരോ ഭാഗവും സൂക്ഷ്മമായി ഫോട്ടോ, വീഡിയോ എന്നിവയിലൂടെ പകർത്തിയെടുത്തു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഈ ചുമർ ചിത്രങ്ങളെ സംരക്ഷിച്ചത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. 2ാം ഘട്ടത്തിൽ ചിത്രങ്ങളിലെയും ചുറ്റുമുള്ള സ്ഥലങ്ങളിലെയും മാറാലകളും പൊടിപടലങ്ങളും ശ്രദ്ധയോടെ സൂക്ഷ്മമായി നീക്കം ചെയ്തു. 3ാം ഘട്ടം ജീവികളുടെ അവശിഷ്ടങ്ങളും കരി, എണ്ണമെഴുക്ക് തുടങ്ങിയവയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കെമിക്കൽ വർക്കിലൂടെ നീക്കം ചെയ്തു. 4ാം ഘട്ടത്തിൽ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്ന അന്യവസ്തുക്കൾ ചിത്രങ്ങൾക്ക് കേട് സംഭവിക്കാതെ നീക്കം ചെയ്തു. 5ാം ഘട്ടത്തിൽ ചിത്രത്തിന് ചുറ്റും ബലക്ഷയം സംഭവിച്ച കുമ്മായ പ്രതലം നീക്കം ചെയ്തു. പുതിയ കുമ്മായക്കൂട്ടുകൾ തയ്യാറാക്കി ബലപ്പെടുത്തിയെടുത്തു. 6ാം ഘട്ടത്തിൽ കെമിക്കൽ വർക്കിലൂടെ ചിത്രങ്ങളെ തെളിച്ചെടുക്കുകയും 7ാം ഘട്ടത്തിൽ പ്രകൃതിദത്ത വർണ്ണങ്ങൾ ആവശ്യമായ സ്ഥലങ്ങളിൽ മാത്രം കുറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റുമാനൂരിലെ പുരാതന ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണം വാസ്തുവിദ്യ ഗുരുകുലം പൂർത്തിയാക്കിയത്. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PK രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോട്ടയം കളക്ടർ ചേതൻ കുമാർ മീണ, കോട്ടയം SP ഷാഹുൽ ഹമീദ് IPS, വാസ്തുവിദ്യ ഗുരുകുലം ചെയർമാൻ ഡോക്ടർ G ശങ്കർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിയദർശൻ PS, NRLC മുൻ ഡയറക്ടർ ഡോക്ടർ M വേലായുധൻ നായർ, ഡോക്ടർ MG ശശിഭൂഷൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കോട്ടയത്ത് പ്രതിഷേധിച്ചു. നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, പെൻഷനിൽ ക്ഷാമബത്ത അനുവദിക്കുക, ഹയർ പെൻഷൻ അർഹതപ്പെട്ട എല്ലാവർക്കും നൽകുക, EPF ഉദ്യോഗസ്ഥരുടെ ശത്രുതാ മനോഭാവം വെടിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അവസാനത്തെ 1 വർഷത്തിന്റെ വരുമാനത്തിനെ ആശ്രയിച്ച് ആ വരുമാനത്തിനെ അടിസ്ഥാനമാക്കി ഇവിടെ പെൻഷന്റെ നിയന്ത്രണം, പെൻഷൻ വിതരണം ചെയ്യാനുള്ള ക്രമീകരണം ഉണ്ടാകണം. അപ്പം ഇവിടെ നമുക്ക് 1000 രൂപ എന്നുള്ള മിനിമം പെൻഷൻ പടിപടിയായി കുറേക്കൂടി ഉയർന്ന രീതിയിലേക്ക് ഉണ്ടാകും. ആ ഉണ്ടാകുന്നതിന് ഗവൺമെന്റ് അഡീഷണൽ ആയിട്ട് ഒരു തുക ചെലവഴിക്കേണ്ട കാര്യമില്ല. പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ അതിന്റെ പലിശ നിരക്ക്, ആ പലിശ നിരക്ക് കിട്ടിയാൽ നമുക്ക് ആ തരത്തിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട പ്രൊവിഡന്റ് ഫണ്ടിന്റെ അധികൃതർ ചിന്തിക്കണം. നമുക്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അടക്കമുള്ളവർക്ക് കിട്ടുന്ന
നൽകുന്ന പെൻഷന് തുല്യമായ രീതിയിലേക്കുള്ള പെൻഷൻ മിനിമം പെൻഷനായി വർദ്ധിപ്പിക്കാൻ, സാമൂഹ്യ പെൻഷന് തുല്യമായ തുക മിനിമം പെൻഷനായി വർദ്ധിപ്പിക്കാനും, അതോടൊപ്പം നമുക്ക് അവസാനത്തെ 12 മാസത്തിൽ കിട്ടിയ ശമ്പളത്തിന് ആനുപാതികമായ പെൻഷൻ വർദ്ധനവ് ഉണ്ടാക്കിയെടുക്കണം. ജില്ലാ പ്രസിഡന്റ് ജോസഫ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. KTU-CM ജില്ലാ പ്രസിഡന്റ് PK ആനന്ദക്കുട്ടൻ, CITU ജില്ലാ കമ്മിറ്റി അംഗം CN സത്യനേശൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം TC ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസനം ശതാബ്ദി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിക്കുന്ന കോട്ടയം ഭദ്രാസന ജൂബിലി കൺവെൻഷൻ ഫെബ്രുവരി 16 മുതൽ 20 വരെ പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിൽ നടക്കും. 16-ാം തീയതി വൈകിട്ട് 6:30 കാതോലിക്ക ബാവ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വരൂ നമുക്ക് വചനത്തിന്റെ ശുശ്രൂഷരാകാം എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. 75 ഇടവകകളിൽ നിന്നുള്ള 5000 വിശ്വാസികൾ ദിവസവും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലാ ജനറൽ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി NK ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പാലാ മണ്ഡലം പ്രസിഡന്റ് G അനീഷ് അധ്യക്ഷനായി. സംസ്ഥാന നേതാക്കളായ പ്രൊഫസർ B വിജയകുമാർ, സെബി പറമുണ്ട, വിഷ്ണു വഞ്ചിമല, ഷാനു VS തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ അഖിലേന്ത്യാ പണിമുടക്ക്. അവശ്യ സർവീസിനെ ബാധിക്കില്ല. തെരുവ് നായ നിയന്ത്രണത്തിന് പുത്തൻ പദ്ധതിയുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കൈമാറും. ആദ്യഘട്ടത്തിൽ 23 പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കും. കാട്ടുപന്നി ശല്യം അവസാനിപ്പിക്കാൻ വനം വകുപ്പ് കൂടുതൽ ലൈസൻസ്ഡ് ഷൂട്ടർമാരെ നിയോഗിക്കും. ഈരാറ്റുപേട്ടയിൽ കലമാനിന്റെ തലയോട്ടിയും കൊമ്പും കണ്ടെത്തി. കൊമ്പും തലയോട്ടിയും കണ്ടത് തരിശുപുരയിടത്തിൽ പടർന്ന തീയണച്ചപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.